ഞാൻ ഇന്നലെ കുറച്ച് എന്താ പറയുക റോസ് മിൽക്ക് ഇതിൻ്റെ വാട്ടർ മെലൺ വെച്ചിട്ടുള്ളതുണ്ടല്ലോ, അത് ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇവൾക്കൊന്നും അത് കഴിക്കാറില്ല. അപ്പം അത് ഞാൻ ഇവൾക്കായിട്ട് കൊടുക്കുകയാണ്. ഞാൻ അപ്പം എടുത്തു വെച്ചതാ. ഇതിനകത്തിട്ട് ഇങ്ങനെ ചിങ് 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 കാണിക്കാൻ പറ്റുമോ? ഗ്ലാസിന്റെ വായ തുറന്നിട്ടില്ലാത്തതുകൊണ്ട് അതൊന്നും കുഴപ്പമൊന്നും. ഇച്ചിരി തണുപ്പുണ്ടാവട്ടെ. ഞാൻ ചൂടാക്കി കുടിച്ചോളാം. ഇടയ്ക്കൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് പോയി മഴക്കാലത്തൊന്നും കുടിക്കണം നല്ലത്. നല്ല എന്താ സമ്മറില് നല്ല സമ്മർ ഡ്രിങ്ക് പഠിക്കുമ്പോ. അപ്പൊ എനിക്ക് ഐസ് ഇടണ്ടാമേ വേണ്ടല്ലേ? ഐസ് ഇട്ടാ പിന്നെയും തണുപ്പാവില്ലേ? ഇത് പാലില് നമുക്കൊരു റോസ് മിൽക്ക് കിട്ടും. അതെന്തുവാന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കടയിൽ നിന്ന് നമുക്ക് റോസ് മിൽക്ക് എന്ന് പറഞ്ഞ ഒരു പല ഫ്ലേവറിന്റെ ഉണ്ട്. അത് വാങ്ങുക. എന്നിട്ട് പാല് തിളപ്പിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഒഴിക്കുക. പിന്നെ ഷുഗർ ഉണ്ടോ? അതിലും ഷുഗർ ഉണ്ട്. പാല് തിളപ്പിക്കുമ്പോൾ നമ്മളൊരു ഇത്തിരി ഷുഗർ ഇടും. ഇതൊക്കെ എല്ലാവരുടെയും ഇഷ്ടപ്പെടും. ഒരു പിങ്ക് കളർ വരണില്ലേ, അത് ഈ സാധനമാണ് ചേർക്കുന്നത്. എനിക്ക് തോന്നുന്നത് വീട്ടില് ഗസ്റ്റ് ഒക്കെ വരുമ്പോ അതെ കുറച്ച് വാട്ടർ മെലൺ എടുത്ത് വെക്കുക. ചിയാ സീഡ് ഇതുപോലെ ചിയാ സീഡ് അല്ലത്. ചിയാ സീഡ് നീ കഴിക്കണല്ലേ? ഇതല്ല, ഇത് എന്താണ് അങ്ങനെ എന്തോ. അല്ലല്ല, ഇത് നിന്റെ അതും വെള്ളത്തില് വരും. ഇത് ബ്ലാക്ക് കളറാണ്. കുക്കുന് ഇച്ചിരി എടുത്ത് കൊടുക്കട്ടെ, അല്ലെങ്കിൽ കൊത്തിയിട്ട്. എന്താന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇത് ഇത് എന്തായാലും പറയാ ചിയാ സീഡാ. ശരിക്കുള്ള പേര് ഇങ്ങോട്ടല്ലേ? കസ്കസ് ആണോ? കസ്കസ് വേറെ മോളെ. ഇതും ഫ്രിഡ്ജില് ഇച്ചിരി ഇതും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് ദിവസം വെക്കാൻ പാടില്ല. പാലുള്ളതുകൊണ്ട് വെക്കാൻ പാടില്ല. സിറപ്പ് നമുക്ക് ഒക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം. ഉണ്ടാക്കിയപ്പോ പാല് തിളപ്പിക്കും. പാല് തിളപ്പിച്ച് പാലിൽ കുറച്ച് പഞ്ചസാര ഇടും. പഞ്ചസാര ഇട്ടിട്ട് ഈ പാലില് ഇത് ഒരു 60 ml നമ്മൾ ചേർത്തു. എന്നിട്ട് ആരെങ്കിലൊക്കെ വരുമ്പോ ചുമ്മാ ഒരു ഷോപ്പിന് പിള്ളേരൊക്കെ വരുമ്പോഴൊക്കെ ഞാൻ അതൊക്കെ നല്ലൊരു ഹെൽത്തി ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഷുഗർ ഒക്കെ ഉണ്ട്. ഷുഗറുണ്ട്, റോസ് സിറപ്പും ഉണ്ടല്ലോ, പിന്നെ പാലും ഇതൊക്കെ സത്യാസീനം അതൊക്കെ നല്ലതൊക്കെയാണ്. ഒരു ഗസ്റ്റ് ഒക്കെ വരാൻ പോണെന്ന് അറിയുമ്പോ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരാൻ പോണെന്ന് അറിയുമ്പോ കുറച്ച് റെഡാക്കി വെച്ചിട്ട് അവര് വരുമ്പോ ചിങ് 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 കാണിച്ച് കൊടുത്തു. ഭയങ്കര ഇഷ്ടപ്പെടുകയും അടിപൊളിയുണ്ട്. ടേസ്റ്റ് ഭയങ്കര ശരിക്കും നമ്മൾ ഫലൂടൊക്കെ കഴിക്കുന്ന ഇഷ്ടമാണ്. ഇതിനകത്ത് നമുക്ക് ആ സേമിയൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വേവിച്ചിട്ട്, നേരത്തെ സേമിയല്ലേ അത് വേവിച്ചിട്ട് ഇതിൽ വെച്ച് ഇങ്ങനെ ചെയ്തിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് അത് അത്രേ ഉള്ളൂ. ഫലൂട ഐസ്ക്രീം ഇടും. ഐസ്ക്രീം ഉള്ളൂ. ഫലൂഡയുടെ എപ്പിസോഡാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പിടിച്ചിട്ട് എനിക്ക് പിള്ളേർക്കൊക്കെ തോന്നും ഈ പിള്ളക്ക് വേറെ പാടിയില്ല. ഇത് 24 hours തന്നെ എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കാം. പിന്നെ ഉണ്ടാക്കണം നല്ലതാണ്. അങ്ങനല്ല, വെറുതെ ഇരിക്കാൻ തോന്നുന്നില്ല. വെറുതെ ഉറങ്ങൂല ഉച്ചക്ക്. അപ്പൊ ആ സമയത്ത് രാത്രി ഉറങ്ങാനുണ്ടോ? രാത്രി ഉറങ്ങും. 11 മണിക്ക് ഉറങ്ങും. 11 മണിക്ക് തുടങ്ങിയ 5:30 എഴുതും. അതാണ് എന്റെ. എഴുന്നേറ്റിട്ട് വീണ്ടും കുക്കിംഗ് തുടങ്ങും. സാധാരണ കുക്ക് ചെയ്യുമ്പോ ഇഷ്ടപ്പെടാറുണ്ട് ആളുകൾക്ക്. ഇഷ്ടപ്പെടാറില്ലേ? അങ്ങനെയല്ല, അമ്മ കുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? ഇങ്ങനെ പറഞ്ഞോ ജീവിതം ഞാൻ പാചകം ചെയ്ത് മരിച്ചു. ഞാൻ അങ്ങനെയാണ് കേട്ടത്. പക്ഷെ അമ്മ അങ്ങനെയല്ല കേട്ടോ. അമ്മമാരൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. പക്ഷെ വ്യത്യാസം അവരുണ്ടാവും കേട്ടോ. അത് എനിക്ക് അനുഭവമൊക്കെ ഉണ്ട്. ഒന്നും ചെയ്യാത്ത എണ്ണങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ സാധനങ്ങൾ ഉണ്ടായാൽ അത് മതി അങ്ങനെ പറയുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ആയിരിക്കും. എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടം. അതെന്റെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഞാൻ ഏറ്റവും ആദ്യം 23 വയസ്സിലായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 1.5-2 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ വീട് മാറി. ഞാനും ഹസ്ബൻഡും മാറിയപ്പോൾ ഞാൻ കറി വെക്കാൻ പഠിച്ചത്, ഞാൻ വർത്തമാനം പറയും
കറി വെക്കാനായിട്ട് ശരിക്കും പഠിച്ചത് വനിത വാങ്ങുമായിരുന്നു. അന്ന് എല്ലാ വനിതയും ബുക്ക് വാങ്ങുമായിരുന്നു. എനിക്ക് നമ്മൾക്ക് ഇങ്ങനെ നമ്മുടെ വീട് ഒരു സാധാരണ വീടാണല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരുപാട് പുതിയ പുതിയ സാധനങ്ങൾ അങ്ങനെ ഉണ്ടാക്കുന്ന പരിപാടികൾ അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഈ വനിതയിലാണ് നിറയെ കുക്കിംഗ് സാധനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഓരോന്ന് പഠിച്ച ഒരു സാധനം തന്നെ പല ആവർത്തി ചെയ്യണം നമ്മൾ. പിന്നെ ഇത് ചെയ്തിട്ട് ഇനി ഇത് അടുത്ത കൊല്ലം ചെയ്ത് കഴിഞ്ഞിട്ട് മറന്നു പോകും. നമ്മളിപ്പോൾ ഒരു ബിരിയാണി ഉണ്ടാക്കിയ ആ ബിരിയാണി ഒരു 10 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി വരുമ്പോഴാണ് നമുക്കത് ബൈഹാർട്ടായി നമ്മുടെ മനസ്സിൽ അത് പതിയും. അപ്പൊ ഇന്ന സാധനത്തിന് ഇന്നതെല്ലാം വേണം എന്നൊരു കണക്ക് കൂട്ടും. അങ്ങനെ നമ്മുടെ ആ എക്സ്പീരിയൻസ് കൊണ്ട് ആ സാധനം നന്നായി വരും. അങ്ങനെ ചെയ്ത് മറക്കാതെ ഇരുന്നു. ഞാനിപ്പോൾ ഉണ്ടാക്കണ ഈ സദ്യയൊക്കെ ഇല്ലേ, അത് അന്ന് ഞാൻ ഈ ഇഞ്ചിക്കറിയൊക്കെ അന്ന് പഠിച്ച ഇഞ്ചിക്കറിയിൽ ഇന്നും ഞാൻ ചെയ്യണം. എൻ്റെ ഇഞ്ചിക്കറി അത് ഇതുവരെ ആരും ഒരു മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. നല്ല ഇഞ്ചിക്കറിയാണ്. അതന്ന് ഞാൻ ആ ബുക്കിൽ നിന്ന് പഠിച്ചതാണ്. എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കണത് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട്, ഇഞ്ചിയൊക്കെ ഇങ്ങനെ മുഴുവനൊക്കെ കിടക്കണം, മിക്സിയൊന്നും ഇല്ലല്ലോ, അവർക്ക് ഇങ്ങനെയൊക്കെ വെച്ചരിയുന്ന പരിപാടിയല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ അരച്ച് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള ഇഞ്ചിക്കറിയാണ് അമ്മ കൂട്ടിയിരിക്കുന്നത്. പക്ഷെ ഇത് നല്ല ഒരു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഐസ് കൊടുക്കണം, അവർക്ക് നല്ലതാണ് ഐസ്. തണുത്ത സാധനം അതെയാ, അത് ശരി, അതെന്നോട് പറയണ്ടേ. അപ്പൊ പാപ്പൻ ഗ്രാൻഡ്മ അപ്പൊ ഇതായിട്ട് പോയോ? ആ ശരി, അതെനിക്ക് സത്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാനിത് ഇവൾക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോ ഇവള് ക്യാമറ പിടിച്ചിട്ട് നടക്കണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. റോസ് മിൽക്കിന്റെ ഒരു ഇത് ആ കുപ്പി ഒന്ന് എടുത്തേടി ഇപ്പൊ കാണിച്ചേക്കാം. പല പൈനാപ്പിള്, ഓറഞ്ച്, ആപ്പിള് അതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊരു ട്രെൻഡിങ്. ഇതൊക്കെ ഞാൻ എൻ്റെ കടയിൽ നിന്ന് കണ്ടിട്ട് ഓരോന്ന് കോപ്പി അടിക്കണത്. ഞാൻ അവിടെ ചെല്ലുമ്പോ അവനാ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങൾ ഇങ്ങനെ നോക്കി. ഇനി ഈ പറഞ്ഞ മാതിരി ഇടയ്ക്ക് നമ്മള് തന്നെ ഫലൂടെ അതൊക്കെ കഴിക്കണം തോന്നുമ്പോ സത്യമായിട്ടും നമുക്ക് അത് കറക്റ്റ് ആയിട്ട് പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ എത്രത്തോളം ക്ലീൻ ആയിട്ട് പുറത്ത് പോകണം, നമ്മള് ഫാമിലി ആയിട്ട് പോകണം. അത് എപ്പോഴും വീട്ടില്, പക്ഷെ വീട്ടിലും നമുക്ക് അതേപോലെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും പുറത്ത് പോകണം, അതേ ടേസ്റ്റിൽ തന്നെ നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരത് പുറത്ത് പോകണം എന്നുള്ളത് അവർ വിട്ടുകളയും. അതിന് നമ്മളൊന്ന് ശ്രമിച്ചാൽ നന്നായിരിക്കും. കളറിലും ഷേപ്പിലും ഒക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം മക്കളെ നമ്മൾ സോപ്പിടാനായിട്ട്. അപ്പം നമ്മളൊക്കെ അങ്ങനെയൊന്നും അല്ല വളർന്നത്, സാധാരണ രീതിയിൽ ഉള്ളതും കഴിച്ച്. ഇന്നത്തെ കുട്ടികൾക്ക് വിശപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. നമുക്ക് അതെന്താന്ന് വെച്ചാൽ നമ്മൾക്ക് അത് അറിയാവുന്നത് കൊണ്ട്, ആ വിശപ്പ് അറിയാവുന്നത് കൊണ്ട് അതിനോട് കൂടുതൽ ഇഷ്ടം തോന്നി നമ്മൾ കഴിക്കും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ജനറേഷൻ അങ്ങനെയില്ല. ഞാൻ എന്റെ ചൈൽഡ്ഹുഡില് പറഞ്ഞ മാതിരി കുറച്ച് സ്നാക്സുകൾ അധികം നമ്മൾ അല്ല, ലൈഫിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഫുഡ് എന്ന് പറഞ്ഞ സംഭവം അത് എന്താ പറയാ, ഭയങ്കര ഒരു വലിയ കാര്യമാണ്. ഞങ്ങളുടെ അച്ഛക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്ത് പ്രശ്നങ്ങൾ ലൈഫിലുണ്ടെങ്കിലും ഭക്ഷണം എല്ലാ ശനിയാഴ്ചയും നമ്മളെ മലയിൽ കൊണ്ടുപോകും. മലയാ റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് പാലാരിവട്ടത്ത്. അവിടെ എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ കൊണ്ടുപോകും. ഞായറാഴ്ച ഒരു സിനിമയ്ക്ക് പോകും. അത് അവരുടെ ഒരു റൊട്ടീനാണ്. അതില്ലാതെ അങ്ങനെ ആയിരുന്നു. ഭക്ഷണത്തിനൊന്നും ഒരു പ്രശ്നം. പിന്നെ അഭിരാമി ജനിച്ച സമയത്തായപ്പോഴത്തേക്കും നമ്മളെ കുറച്ചൊക്കെ സെറ്റിൽഡ് ആയ ഒരു സമയം. പുറത്തൊക്കെ പോയി, ഫ്രാൻസിലായിരുന്നു ആ സമയത്ത്. പിന്നെ അഭിരാമി ജനിച്ചു വന്നപ്പോ ബാർബി ഡോൾസും അങ്ങനത്തെ ഒരു കുട്ടിയാണ്. ഒരു വലിയ ട്രോളി ബാഗ് നിറച്ചാണ് ഡയപ്പറും കൊണ്ടുവന്നിട്ടോ. സത്യം എനിക്കത് എന്ത് ചെയ്യണേന്ന് എനിക്കറിയില്ല. എനിക്ക് തുണിയൊക്കെ വെച്ച് ഇട്ടിട്ടായിരുന്നു എന്റെ ചൈൽഡ്ഹുഡൊക്കെ. അതെങ്ങനെ, അത് അമ്മ തന്നെ തയ്ച്ചെടുക്കുന്നതാണ്. ചെറിയ പീസുകൾ ഇങ്ങനെ അടിക്കും അമ്മ. വൈറ്റ് തുണി മേടിച്ചിട്ട് കട്ടി പോലെയൊക്കെ ആക്കിയിട്ട് അത് ഞാൻ തന്നെ നീറ്റാക്കിയിട്ട് ഞാൻ തന്നെ ചെയ്തിരുന്നത് നമ്മൾക്ക്. പിന്നെ എനിക്ക് ഒരു വലിയ ട്രോളി ബാഗ് നിറച്ച് ഈ മനുഷ്യൻ, എനിക്കത് എന്തോ ഓർമ്മയുണ്ട്. അത് എന്താക്കണേന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ഡയപ്പേഴ്സ് ഒക്കെ നമ്മുടെ ഇവിടെ ഡയപ്പർ ഉണ്ടാവുമായിരിക്കും. സാധാരണക്കാരുടെ ഇടയിൽ അവരതങ്ങനെ യൂസ് ചെയ്തില്ല. തുണി തന്നെ
അങ്ങനെ ഇത് ഇങ്ങനെ കുറെ എന്നാലും ഇപ്പോഴൊക്കെ എല്ലാവരും ഡയപ്പർ യൂസ് ചെയ്യുന്ന മാതിരി ഒന്നും അത്രയും ഫ്രീക്വന്റ് അങ്ങനെ ആയിരുന്നില്ല. ഡയപ്പേഴ്സ് എന്താണെന്നൊന്നും അറിയാത്ത സമയം. അഭിരാമി അങ്ങനെ ഒരു ഫോറിൻ കുട്ടിയായിട്ടാണ് വളർന്നത്. എന്നെ ഇവിടെ പ്രസവിച്ച സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ പണിയെടുക്കണം, വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. ഒരു റെന്റ് ഹോമിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ മോള് സൈഡിൽ വീടും ഒരു വീടിൻ്റെ ഫുള്ള് പോർഷൻ ഞങ്ങൾക്കും സൈഡിൽ ഓണേഴ്സും അങ്ങനെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അന്ന് അവിടെ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഭക്ഷണത്തിന് കുറവല്ല, പക്ഷെ എന്തെല്ലാം കഴിക്കണമെന്നുള്ള ഒരു കാൽക്കുലേഷൻ അതറിയില്ലായിരുന്നു. ഒരു പ്രഗ്നൻസി ടൈമിൽ അത് എന്തൊക്കെ കഴിക്കണത്, പ്രോട്ടീൻ അത് വേണം, വിറ്റമിൻ വേണം, ഇതൊന്നും അറിയില്ല. കഴിച്ചില്ലെങ്കിൽ എന്താ, തങ്കക്കുടം പോലത്തെ ഒരു കുട്ടീനെ കിട്ടിയില്ലേ, ഒരു സിംഗറിനെ കിട്ടിയില്ലേ, അതാണ് പറയാൻ വന്നേട്ടാ. പക്ഷെ അബിയുടെ സമയത്ത് എങ്ങനെയായിരുന്നില്ല. അബിക്ക് സെർലാക്സും പക്ഷെ നിനക്ക് ലാക്ടോജനൊക്കെ ഞാൻ തന്നിരുന്നു. ലാക്ടോജൻ ഉണ്ടായിരുന്നു, സെർലാക്ക്, നിനക്ക് അതൊക്കെ തന്നിട്ടുണ്ട്. അന്ന് എന്തോ നല്ല വിലയാ, 300 റുപ്യ എന്തോ ആയിരുന്നു. അത് ഈ കുട്ടിയാണെങ്കിൽ അത് ഒരു വയസ്സൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ആ ലാക്ടോജൻ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇതാണ് നമ്മൾ കലക്കി കൊണ്ടുപോകും സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ ഡയപ്പറും സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടില്ല അവൾക്ക്. അബിക്ക് അങ്ങനെയല്ല, അബി ഭയങ്കര പോഷായിട്ട്. ആ സമയത്ത് ഞാൻ കഴിച്ചിരുന്ന ആ ഡ്യൂറിങ് പ്രഗ്നൻസി ഞാൻ കഴിച്ചിരുന്നതും നല്ല നല്ല സാധനങ്ങളാണ് എല്ലാം. ഒരു പിന്നെ എനിക്ക് ആ സമയത്ത് 5 വയസ്സ് അബി ജനിച്ചിട്ടുള്ള. വേറെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പ്രസവിച്ചത് ആലുവ ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു. പക്ഷെ അത് വലിയ നല്ല ഹോസ്പിറ്റൽ. ഡോക്ടറെ അതിന്റെ പേര് എന്താണ്, വത്സലയാ, കനകൻ ഡോക്ടർ അങ്ങനെ എന്തോ ആണ് ആ ഡോക്ടറുടെ പേര്. ഏറ്റവും നല്ല ഗൈനക്കോളജിസ്റ്റ് അവര് അന്നത്തെ ആ ഇത് അറിയപ്പെടുന്ന ഡോക്ടറായിരുന്നു. മുനീശ്വര ഞങ്ങൾ താമസിക്കുന്നപ്പോൾ കൺസൾട്ട് ചെയ്യാനായിട്ട് അവിടെ പോയിരുന്നു. അഭിരാമീന് സുജീന്ദ്ര മെഡിക്കൽ കോളേജ്, സുജീന്ദ്ര കച്ചേരി പഠിക്കാനുള്ള ഡോക്ടർ രാജകുമാരിയായിരുന്നു. രാജകുമാരി ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ ഡോക്ടറെ. എനിക്ക് രാജകുമാരി ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ പാവപ്പെട്ടവളായിരുന്നു. യേശുക്രിസ്തു കാലിത്തൊഴുത്തിലാണ് മോളെ ജനിച്ചത്, അറിയോ? അതാണ് എന്നിപ്പോ എല്ലാവരും കുരിശ് കയറ്റി നിർത്തിയേക്കണം. എനിക്ക് മതി, എനിക്കൊന്ന് ഉയർത്തെഴുതേക്കണം, എനിക്ക് മതിയായി. അപ്പൊ അങ്ങനെ ഒരു നല്ല കാലം, ഒരു കുന്ന് സാഹസപ്പെട്ട് കയറുമ്പോ സുഖമായ ഒരു ഇറക്കം ഉണ്ടെന്ന് പറയണ പോലെ തന്നെയാണ് ജീവിതം. എല്ലാവരുടെയും ജീവിതത്തിലും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. നമ്മളത് അതിജീവിക്കുമ്പോഴാണ്, അത് ഒരു അതിജീവിത ആവുമ്പോഴാണ് നമുക്ക് ഒരു അനുഭവം നമുക്കുണ്ടാവുന്നത്. അതിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. എന്തൊരു കാര്യത്തിൽ നിന്നും നമ്മളൊരു പാഠം എടുക്കണം. ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുമ്പോഴായാലും ലൈഫിൽ എന്തൊരു കാര്യത്തിൽ നമുക്ക് എല്ലാത്തിനും ഒരു ലെസൺ കിട്ടും. ആ ലെസൺ മനസ്സിലാക്കാതെ പോയാൽ വീണ്ടും നമ്മൾ അബദ്ധത്തിലേക്ക് വീഴും. വെറുതെ കാണിച്ചതാണ്. അപ്പൊ എല്ലാവർക്കും ഗ്രാൻഡ്മയിൽ നിന്ന് എന്തൊക്കെയോ സംസാരിച്ചു ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ 100% ശരിയാണ് കേട്ടോ. പിന്നെ ഇനി അബദ്ധങ്ങളൊക്കെ വരും, ഓരോന്ന് പറഞ്ഞൊരു അപ്പൊ സൈനിങ് ഓഫ് ഫ്രം പാപ്പു ആൻഡ് ഗ്രാൻഡ്മ. ഇതൊരു ഒട്ടും എക്സ്പെക്ടഡ് അല്ലാത്തൊരു എപ്പിസോഡായിരുന്നു. ആക്ച്വലി ഞാനും ബുക്കും ഇവിടെ വന്നിട്ട് തിരിച്ചിറങ്ങാതെ ഇങ്ങനെ ഡോർ ലോക്ക് ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴാണ് അപ്പൊ അയ്യോ ഇന്നലെ ഉണ്ടാക്കി സാധനം കുടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് അകത്തോട്ട് വന്നപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ അത് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ അങ്ങനെ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. ബട്ട് ഐ തിങ്ക് യു ലവ് ദിസ് എപ്പിസോഡ്. കുറെ പഴയ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അല്ല, ഇത് ശരിക്കും ഞാനത് ഇതിങ്ങനെ വന്നു ഒരു ക്ലാസ് തരിക വിടുക എന്നുള്ള മാത്രമേ എന്റെ ഉള്ളൂ. അപ്പോഴേക്കും ക്യാമറാമാൻ വന്നത് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ സൈനിങ് ഓഫ്. Bye bye from Papa and Grandma. എല്ലാവരും കാണുക കേട്ടോ.